യേസ്. അപ്പം നമുക്ക് രാവിലെ എന്നും തേങ്ങയും പഞ്ചാരയും നിറച്ച കൊഴുക്കട്ടയും അടയായിരുന്നു. ഇലയപ്പം എന്ന് പറയും. അതിനുശേഷം ഞാൻ മാങ്ങ കുറച്ചിരുന്നു, അതെടുത്ത് അരിഞ്ഞ് പറക്കി അച്ചാറിന് ഇട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് ബിരിയാണിക്കും കുറച്ച് കറിയുമായിട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ ബിരിയാണിക്കുള്ളതാണ് നമ്മളിതാ പൊരിക്കാനായിട്ട് ഇട്ടേക്കണം. അത് ചെറിയ രീതിയിലൊരു സാലോ ഫ്രൈ ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണി കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചിക്കൻ പൊള്ളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ നല്ലതുപോലെ നമ്മൾ വരട്ടിയിട്ട് അതിലോട്ട് മസാലകൾ ആവശ്യത്തിനിട്ട് അതിനുശേഷം ഈ ചെറിയ രീതിയിൽ വറുത്ത് വെച്ചേക്കണ ചിക്കൻ അതിലോട്ട് ഇട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ബിരിയാണി റൈസ്, ജീരക റൈസാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചതും. അപ്പോൾ ആ ജീരക റൈസ് നമ്മൾ നല്ലതുപോലെ കഴുകി കുതിർത്ത് അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ബിരിയാണി തയ്യാറാവും. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് അതാണ് വെച്ചത്. അതിനുശേഷം ചിക്കൻ കറി വയ്ക്കാനായിട്ടാണ് ഈ ഒരു പാത്രം എടുത്തത്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ ഗ്യാസിൽ വെച്ചപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പ് കുറച്ച് ദിവസം കൊണ്ട് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കുറച്ച് നേരം കത്തിയിട്ട് പിന്നെ അതങ്ങ് അണഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അതിൽ കരടോ എന്തിനോ കയറിയിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അടുപ്പൊന്ന് സർവീസിന് കൊടുത്താലേ അത് നേരെ ആവുള്ളൂ. അപ്പോൾ പിന്നെ കറണ്ട് അടുപ്പിൽ പാത്രം എടുക്കാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്ന് കത്തിച്ച് നോക്കാമെന്ന് കരുതി. കത്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് നേരം കൂടെ അടുപ്പ് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ആദ്യത്തിനാണ് ഇപ്പം പറഞ്ഞ അമ്മ ഇതിൽ തന്നെ കത്തിക്ക്, കുഴപ്പമില്ല, അടുപ്പ് നല്ലതുപോലെ ഇനി അണയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിലോട്ടെടുത്ത് വെച്ചാണ് ബാക്കി ഒക്കെ ചെയ്തത്. അപ്പം ബാക്കി ഫുള്ള് വീഡിയോ ഒന്നും ഇന്ന് പിടിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. കാരണം നമ്മൾ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു തിരക്കിൽ വീഡിയോ കുറച്ചെടുത്തപ്പോൾ പിന്നെ അത് ബാക്കി എടുക്കാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെയാണ് വെച്ചത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ബിരിയാണിയും വൈകിട്ട് ചോറുമാണ്. ചോറ് ഞാൻ അല്ലാതെ വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തിനാണ് ബിരിയാണിയൊക്കെ വെക്കണമെന്ന്. അപ്പോൾ കറമ്പിക്കുട്ടിക്ക് ചിക്കൻ കറി വെക്കണമെന്നൊക്കെ പറഞ്ഞ് കയറിയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഫുള്ള് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഡെയിലി ചെറിയ രീതിയിലെങ്കിലും വീഡിയോ ഞാൻ ഇടാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഫുള്ളും കംപ്ലീറ്റ് ഇടാനായിട്ട് പറ്റിയില്ല. ഇനി കംപ്ലീറ്റുള്ളൊരു ഡേ മൈ ലൈഫ് ഉടൻ തന്നെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ സപ്പോർട്ടും പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെയും വീഡിയോ ചെയ്യാനും തോന്നുകയുള്ളൂ. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതലും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്നും ഡേ മൈ ലൈഫ് തുടരെ ഇടാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പാചകവും ഡേ മൈ ലൈഫും എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന ഒരു രീതിയിലാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.